ആദ്യം എബിയിലേക്ക് വരികയാണ്, കൊച്ചിയിലേക്ക്. എബി, ഞങ്ങളിവിടെ തുടങ്ങി വെച്ചിരിക്കുകയാണ് ഓണാഘോഷം, തിരുവോണ ദിനം. കേട്ടോ ഞങ്ങളുടെ പാട്ടൊക്കെ? എബി എവിടാ നിൽക്കുന്നത്? ഏതോ ക്ഷേത്രത്തിന്റെ നടുവിലാണെന്ന് തോന്നുന്നു. അതെ 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 നമ്മള് ഓണവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള തൃക്കാക്കര ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. എബി, എന്താണ് അവിടുത്തെ വിശേഷം പറയുന്നത്? എബിയുടെ ഒരു സുന്ദരമായ കവിതയും ഓണപ്പാട്ടും ഒക്കെ പ്രതീക്ഷിക്കാം. ഓണത്തിന്റെ ഒരു മുഴുവൻ വിഭവങ്ങളും ആദ്യമേ തന്നെ തന്നിട്ടുണ്ട്. ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് കയറുന്നു. നല്ല അനുഭവമല്ലേ? എന്തായാലും ഫിജി, ഈ ഓണവുമായി ബന്ധപ്പെട്ട അതെ 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 തീർച്ചയായും ഈ കേരളത്തിലെ ഓണാഘോഷങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിലൊന്ന് എന്ന് പറയുന്നത് തൃക്കാക്കര ക്ഷേത്രം തന്നെയാണ്. അവിടെയാണ് ഈ ഓണത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ തന്നെ. ഓണത്തിന്റെ കാരണം ഇവിടുന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഐതിഹ്യവുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു ഇടമാണ് ഇത് എന്നുള്ളതാണ്. അതിനെ തുടർന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ ഏതാണ്ട് 7:30 സമയത്തോടു കൂടിയാണ് ആരംഭിക്കുക. ഇവിടെ മഹാബലിയെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. വാമന ക്ഷേത്രമാണ് അത് തന്നെയാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രത്യേകതകളൊക്കെ തന്നെ ഇതിനുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇതിന്റെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതിന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിന്റെ ആചാരങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കുക. എങ്ങനെയാണ് നമ്മുടെ ഓണാഘോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണല്ലോ ഇത്? അതായത് കേരളത്തിലെ വാമന ക്ഷേത്രം ഒന്നേ ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മഹാബലി എഴുന്നള്ളിക്കും, എതിരേറ്റ് കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ ശ്രീഭൂതബലി ഉണ്ടാവും. പിന്നെ ചടങ്ങെല്ലാം വൈകിട്ട് കൊടിയിറങ്ങി ആറാട്ട് കഴിഞ്ഞ ശേഷമാണ് തുടങ്ങുള്ളൂ. ആറാട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളെ പൂജകൾ, പന്തീരടി എല്ലാ പൂജകളും എന്ന് പറഞ്ഞാൽ ഒരു രാത്രി 2 മണിയോടുകൂടി നട അടയ്ക്കും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓണസദ്യ. കാരണം ഓണത്തിനെല്ലാവരും വീട്ടിൽ മാക്സിമം കഴിയാൻ തീരുമാനിക്കും. പക്ഷെ അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് ഇവിടെ വരണമെങ്കിൽ ആ ഭക്തന് ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണമെന്നാണ് ഭഗവാന്റെ തീരുമാനം. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നത്. അതായത് ഒരു 10:30 ഈ സദ്യ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 5:15 വരെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇന്നലെ ഉത്രാട സദ്യക്ക് തന്നെ 10:30 തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 2-3 മണി വരെ ഉണ്ടായിരുന്നു. അപ്പൊ അത്ര ആൾക്കാര്, അതായത് വലിയ മഹാ ഓഡിറ്റോറിയം, തിരുവോണോഡിറ്റോറിയം, നല്ല ഇഷ്ടംപോലെ ആൾക്കാർ. ഇന്നും സത്യം നല്ല ക്രൗഡ് ഉണ്ട്. പിന്നെ മഴ ഉണ്ടാക്കി പോലും നമ്മുടെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ രീതിയിലും ഇതുവരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് അത്തം മുതൽ ഈ ഒരു ഉത്സവ ആഘോഷമല്ലേ ഇത്? ഈ പണ്ടെന്ന് വെച്ചാല് 60 രാജാക്കന്മാര്, അതായത് ഈ ക്ഷേത്രത്തിൽ 4500 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ളതാണ്. കർക്കിടകത്തിൽ ഓണം തൊട്ട് തിരുവോണം ഓണം വരെ ഒരു മാസത്തെ ഉത്സവം പണ്ട് 60 രാജാക്കന്മാരാണ് നടത്തിയിരുന്നത്. അതുപോലെ ഈ ഇവിടുത്തെ ഈ അത്തച്ചമ്മയൊക്കെ ഇതിന് തൃപ്പൂണിത്തുറ രാജാവ് ഈ തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു ഇതായിരുന്നു. ഇന്ന് ചുരുക്കി അവിടെ മാത്രമേ ഒതുക്കി. ഇന്നിപ്പോ നമ്മള് തിരുവോണത്തിന് അത്തം തൊട്ട് തിരുവോണം വരെ ആഘോഷങ്ങളുണ്ടാവും. ജി, അത് തന്നെയാ ഇതിപ്പോ ഈ ആഘോഷത്തിന്റെ ഒക്കെ ഒരു ഏറ്റവും അതിന്റെ ഒരു കാരണങ്ങളും അതിന്റെ ഐതിഹ്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അത് തന്നെയാണ് തൃക്കാക്കര ക്ഷേത്രത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാക്കി നിർത്തുന്നതും. ഓണത്തിന്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എറണാകുളം എല്ലാവരും കഴിഞ്ഞ ദിവസം കാളിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു തിരുവനന്തപുരത്താണ് ഇതിന്റെ ഏറ്റവും സംഭവം നടക്കുന്നത്. ഉത്രാടപ്പാച്ചിലേക്ക് ഒരു വലിയ ആഘോഷം കാണണം തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, എറണാകുളത്തെ ഒഴിവാക്കിക്കൊണ്ട് നിർത്തിക്കൊണ്ട് ഒരിക്കലും നമുക്ക് ഓണാഘോഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഓണം എന്താണ്, ഓണം എങ്ങനെയാണ്, ഓണം ഉണ്ടാകാൻ തന്നെ എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ ക്ഷേത്രവും അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളൊക്കെ ആയിട്ട് തന്നെ ഈ നമ്മുടെ ഈ നാടുമായി ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ്. ഈ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത തന്നെയാണ് ഇതിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതാണ്ട് 4000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രം തൃക്കാക്കര ക്ഷേത്രമാണ്. ഒപ്പം തന്നെ ഇവിടെ നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് മഹാബലിയെ
സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് 7:30 മണിയോടുകൂടിയാണ് ആ ഒരു ചടങ്ങ് ആരംഭിക്കുക. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓണസദ്യ ആരംഭിക്കുക. ഇത്തവണയും ഏതാണ്ട് 20,000-ൽ പരം ആളുകൾക്ക് സദ്യ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. 18 വിഭവങ്ങൾ അടങ്ങിയ സദ്യയാണ്. അത് 10:30 മണിയോടുകൂടിയാണ് അത് ആരംഭിക്കുക. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് തന്നെ അദ്ദേഹവും ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ മഹാബലിയെ സ്വീകരിക്കുന്ന ഐതിഹ്യമൊക്കെ പറഞ്ഞ് ഓണസദ്യയെ കുറിച്ചങ്ങ് പറഞ്ഞ് എബി അങ്ങനെ കാര്യങ്ങൾ വിപുലീകരിച്ച് കൊണ്ടുപോവാണ്. ഇതിൽ കൂടുതലായി എബി ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എബിയെ സംബന്ധിച്ച് വലിയൊരു കവിയാണ്. ഒട്ടേറെ പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു ഓണക്കവിത പോരട്ടെ എബി ജോൺ തോമസിന്റെ ടച്ചുള്ള ഒരു ഓണക്കവിത. ഇത് നമ്മളെയൊക്കെ ട്രാപ്പിൽപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. അത് ട്രാപ്പില പറഞ്ഞ് ഒരു രക്ഷയില്ല. എബിയെ വിടില്ല. ഓണമായിട്ട് ബന്ധിപ്പിച്ചില്ലെങ്കിലും ഓണത്തിന്റേതായ രീതിയിൽ ഒരു എബിയുടെ ഒരു ഓണക്കവിത, എബി എഴുതിയ ഒരു കവിത. അല്ലല്ല, അത് റിയാസ് കൈമാറിന്റെ കവിത കഴിഞ്ഞിട്ട് ഞാൻ പാടാം. അങ്ങനെയല്ല എബിയെ വിടില്ല. കവിത കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ഒരു പാട്ട് പാട് അല്ലേ? അല്ല, അത് നമുക്കിങ്ങനെ നിന്നിട്ട് പാടാനായിട്ടോ അല്ലെങ്കിൽ പറയാം. നമുക്ക് വേണേൽ ലൈവ് റിപ്പോർട്ടിംഗ് എത്ര സമയം വേണ്ടല്ലോ നമ്മൾ നിൽക്കാം. പക്ഷേ ഒരുപാട് മനുഷ്യന്മാരുള്ളതാണ്. ഓക്കെ, ഞാൻ റിയാസിലേക്ക് പോയിട്ട് എബിയുടെ അടുത്ത് തിരിച്ചു വരും. കവിത പഠിച്ചു വെച്ചു, അല്ലെ പാട്ട് പഠിച്ചു വെച്ചു. ഒരു വിട്ടുവീഴ്ചയില്ല. അല്ലെങ്കിൽ അടുത്ത ഓണക്കാലം വരെ എബിക്ക് ലീവില്ല. തിരിച്ചു വരാം. നമുക്ക് റിയാസ് KMRലേക്ക് പോകാൻ തോന്നുന്നു. റിയാസ് ഓക്കെ അല്ലേ? കച്ചേരി